എന്നെ ചവിട്ടിയാ ഞാൻ വെറുതെ വിടുമെന്നാണ് അപ്പ അന്നം കരുതിയെ. ഇപ്പൊ നല്ല ഇഞ്ച പോലെ ചതക്കുന്നുണ്ടോ ആ SI അറിയാമോ? എന്റെ ചേച്ചി ഒന്ന് കരയാതിരിക്കോ? അതെനി കരഞ്ഞിട്ടതിനാ. ആന്റപ്പന ബമ്പർ അടിച്ചെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കുന്തോണ് ഇവിടെ താൻ പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഈ വീടും ആ പൊട്ടക്കിണറൊക്കെ തപ്പി നോക്കി തനിക്ക് അറിയാവോ? ലോട്ടറി പോയിട്ട് ജീവിക്കാൻ മാർഗമില്ല നോക്കിട്ട് പോയത്. പോലെ തന്നെ അല്ലേ? ഇവളെ കൊന്ന് ഞാൻ ചാവും. വേറെ ഒരു വഴിയില്ല. ചേട്ടാ ചേട്ടാ അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. അച്ഛൻ്റെ പൊന്നല്ലേടി. എടി തങ്കമണി, എടി മോളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടടി. എടി മോളെ, ടിക്കറ്റ് ഒന്നും ചെയ്യല്ലേ മോളെ. ഒന്ന് അമ്മയുടെ കൊണ്ട് കൊടുക്കടി മോളെ. എടി ഒന്നും എടോ ഒന്നും പറയണ. ടിക്കറ്റ് മോളുടെ കയ്യിലുണ്ട്. തീരട്ടെ. അയ്യോ ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാടാ. ഇതാ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയാ ചേച്ചി. ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറി അളിയ മുത്താണ് ചേച്ചി. നമ്മള് രക്ഷപ്പെട്ട്. ഞാൻ വീട്ടിൽ നോക്കട്ടാ. എല്ലാവർക്കും നാളെ എന്റെ വക ചെലവുണ്ട് കേട്ടോ. എന്റെ മകളെ അവന്റെ ചക്കര് എത്ര കാർട്ടൂൺ വേണമെങ്കിലും മാമൻ മേടിച്ചു പോരെ. അയ്യോ എന്റെ ചേട്ടൻ പാവാണ്. ഈ മാമാമിയോട് പൊറുക്കണേ ചേട്ടാ. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർത്തോ. അവസാന ദിവസത്തേക്ക് വച്ചാ എന്നെ പോലെ കിതക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടതല്ലേ. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേലും ദൈവം വേറൊരാളുടെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ചില്ലേ, അതുപോലെ നിന്നെ സഹായിക്കാൻ വരും ആരെങ്കിലും. ആര് വരാൻ? ചേട്ടാ, എൻ്റെ ചേട്ടാ, 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 ആൻ്റപ്പൻ ചേട്ടാ, ചേട്ടാ,
വലുതാ. ഇടങ്ങടെ 1 കിലോ ഉണ്ട്. പിന്നെ ഇട്ടോ അടക്കം വാ പെട്ടെന്നാട്ടെ. അതേ ഇങ്ങോട്ട് കളിച്ചു തല വിളിച്ചേ ഒരിച്ചേ ഇവിടെ അടിച്ചേ. അത് കരിങ്കല്ല പറഞ്ഞാ ഒന്നടിച്ചാനെ ഹോളേട്ടനൊന്ന് മനസ്സ് വെച്ചാ ഗിരിജയിച്ച് സമ്മതിക്കും. എന്നത്തിന് ചേത്താനേ പെട്ടെന്നാട്ടാ അറിയാൻ ഓർത്ത് തല്ലി പൊട്ടിക്കോ. ഈ തവളയെ പിടിച്ച് റെഡി ആയി വരുമ്പോഴേക്കും നേരം വിളിക്കുന്ന തോന്നുന്നത്. നമുക്ക് ഒരെണ്ണം അടിച്ചാലോടാ. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? എങ്ങോട്ട്? ആഹാ ഇതെന്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഫോൺ എടുത്തേന്. ഇതിപ്പോൾ ഉറപ്പായി. പണിക്ക് പോയെടുത്ത് ഞാൻ ഫോൺ മറന്നു വെച്ചു. എൻ്റെ കൂടെ വരാവോ? എടാ ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ കുട്ടാ. കൊടുത്ത് നോക്കാം. ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് അടിച്ചേ, എന്നിട്ട് എൻ്റെ കൂടെ വാ. നീ എന്ത് കരുതി? ഒരു ഗ്ലാസ് കള്ള് തന്ന ഉടനെ ഈ ആന്റണി വീഴുവന്നോ? ഒന്ന് പതുങ്ങിയൊക്കെ കൂടി എന്നെ നശിപ്പിക്കും. ഇതൊരു മാതിരി മറ്റേ പരിപാടിയെ പോയി. എത്ര നേരമായിടാ നടക്കുന്നത്? എത്തി, ഇതാ കാണുന്നത്. എത്തിയാ ഇതെങ്ങാനും അല്ലെങ്കിൽ എന്റെ പൊട്ടൻ കുട്ടാ നിന്നെ ഞാൻ കേറങ്ങോട്ട്. എന്തോ ആ ഗേറ്റ് പൊളിച്ച് മറിഞ്ഞു വീഴരുത്. പിടിക്കണം. പള്ളിയായാലും ഇതാണ് നിന്റെ പണി. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി പുറയിലത്തെ പമ്പ് ഷീറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വരാം. ബെസ്റ്റ്. ഞാനിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നീയും കൂടെ പോര്. നീ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചാലോ? ആർക്ക് പേടി? പട്ടി വല്ലതുണ്ടോ? പട്ടിയൊന്നുമില്ല. പരിപാടിയാ. അരി പഠിപ്പിക്കാൻ നിന്ന എന്നെ നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ കാണിച്ച പോക്കരുത്തരണ്ടല്ലോ. ലെഫ്റ്റോ റൈറ്റോ? അത് ശരി, ലെഫ്റ്റ് റൈറ്റ് അറിയണ്ടല്ലോ. ഓപ്പുണ്ടാക്കാൻ വാ പോയി നോക്കാം. ദേണ്ടാ അവിടെ ഒരു മില്ല് നിർത്തിക്ക. ഇതാ ആ ഇത് പൊടിപ്പിക്കട്ടെ. നിർത്ത്, നീ ഇവിടെ ഞാൻ പൊടിപ്പിച്ചിട്ട് വരാട്ടാ. അമ്മ കൊല്ലും. കറണ്ട് വന്നേ. 4 മണിയാവുന്നു. എന്ത് എടാ 4 മണിയാവും പൊടിപ്പിച്ചിട്ടല്ല. നീ കേറ് കേറ്. ആ ചേട്ടൻ ഇവിടെ നിൽക്കണ്ടോ? ജീവിക്കട്ടെ, അടിക്കണ ഒരു സാധനം കൂടെ എടുക്കട്ടെ. വൈകിട്ടത്തെ പ്രതീക്ഷ എൻ്റെ 30 രൂപ കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ലേ? ഹലോ ഹലോ ഹലോ
അതെ എന്താന്ന് പഠിപ്പിക്കാൻ 4 മണിയാവും, നേരത്തെ പറഞ്ഞാണല്ലോ. കുഴപ്പമില്ലെന്നേ, ഞാൻ കാത്തിരിക്കാം. അല്ല, കൊച്ചി ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അതായത് ഞങ്ങളുടെ നാട്ടിലൊന്നും നല്ല മില്ലുകളില്ലാന്നേ, അതുകൊണ്ടാ. കുട്ടിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ എന്നാലും ആലോചിക്കുമായിരുന്നു, എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. താനിതും കൂടി തന്നേ, ഇത് കുറെ നേരമായല്ലോ. പൊടിപ്പിച്ച മാത്രം പോരെ? ആ മതി, പക്ഷെ അരി നല്ല സ്മൂത്തായി പൊടിപ്പിക്കണം. അയ്യോ അത് വേണ്ട, എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്നേ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എനിക്ക് ഇഷ്ടമാണെന്നേ. എന്റെ വീട്ടില് തവളനെ വെച്ചിട്ടാണോ പുട്ടുണ്ടാക്കുന്നത്? നോക്കി നിൽക്കാതെ ആ മുളക് കൂടി എടുത്ത് അങ്ങ് അവിടെ രണ്ടെണ്ണം അവിടെ നോക്കി നിൽക്കാതെ തവളനെ പറക്കി തടാം മാക്രി. നിന്റെ അച്ഛനോട് പോയി പറടാ, കുട്ടി മേടിക്കണ്ട, മില്ലിലൊക്കെ സർവ്വസാധാരണമല്ലേ. അങ്ങനെ മര്യാദക്ക് പറ. ഇരിക്കട്ടെയാണെങ്കിൽ എടുത്തു വെച്ചേക്ക്, ഞാൻ വന്നോളാം. ഉപ്പ് മാങ്ങ പൊടിപ്പിക്കാൻ പറ്റില്ല. കടുക് ഓൾറെഡി പൊടിപ്പിച്ചത്. ഉപ്പ് എന്താ എന്നാ പറ്റി? ഓ ഒന്നുമില്ലേ, ഇവിടെ പൊടിപ്പിക്കാനൊന്നുമില്ലേ? ഗോതമ്പ് ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് കിട്ടി, വേറെ ഒന്നുമില്ലേ? വേറെ എന്നാ പൊടിപ്പിക്കാനാ? വേറെ എന്നാ പൊടിപ്പിക്കാനാന്നോ? എന്നാലേ ഞാൻ പോയിച്ചും കുളിച്ചിട്ടും വരാം. പൊടിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേരെ. ഓ എന്തൊരു കഷ്ടമാണിത്. നാളെയും മറ്റന്നാളും ഞാൻ എന്തെടുത്ത് പൊടിപ്പിക്കും. ഇവനെ തന്നെ പറ്റി? നാളെ മറ്റന്നാൾ എന്തോ പഠിപ്പിക്കുന്ന കാര്യം ഇവനി പറയുന്നേ. ഏയ് ഇന്ന് പോയില്ലായിരുന്നു? ഇല്ലാന്നേ, ഇന്ന് ചന്ത ദിവസമല്ലേ? അത് ഞാൻ തീരെ മേലെ. എന്താ എന്ത് വേണം? ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്. എന്താ കാര്യം? ഞാനിവിടെ അല്ലേ പൊടിപ്പിക്കാൻ. ആ ഇപ്പൊ വരാം. പുട്ടിനാണോ? പുട്ടിനാണോ? അതെ അതെ, പുട്ടിന് പുട്ട്. അല്ല ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? ഓ അല്ല ഇന്ന് സ്റ്റാഫ് വന്നില്ല അല്ലേ? സ്റ്റാഫ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ അല്ല ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി ഇവിടെ. ആ അത് സ്റ്റാഫ് ഒന്നുമല്ല, എൻ്റെ മോളാ. ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വരും. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെ കുപ്പിയിലാക്കണം. കുപ്പിയിലാക്കാം. മോനെന്താ ആലോചിക്കുന്നേ? അല്ല ഞാൻ ഇന്നലെ പൊടിപ്പിക്കാൻ വന്നപ്പോ കാശ് കൊടുത്തോ ഇല്ലയോ എന്നൊരു എനിക്കൊരു സംശയം, ഒരു ഡൗട്ട്. ആ ദേ വരുന്നു, നേരിട്ടങ്ങ് ചോദിച്ചോ. ആര്? കാപ്പി പിടിച്ചു കഴിഞ്ഞ ഉടനെ ഗുളിക കഴിക്കാൻ മറക്കണ്ട കേട്ടോ. വലിച്ചല്ലേ? ഞാൻ വലിച്ചൊന്നുമില്ല. താൻ വലിച്ചായിരുന്നോ? ഇല്ല. മോളെ നീ ഇന്നലെ കാശ് വാങ്ങാൻ മറന്നായിരുന്നോ? ആൾ അതിനാ നിൽക്കുന്നേ. ഇയാള് താൻ ഇന്നലെ ഉവച്ച കാശ് തരാനുണ്ട്. കുട്ടി ശരിക്കൊന്ന് ആലോചിച്ച് നോക്കണം. മറന്നാണെങ്കിലോ? ഇല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അച്ഛാ ഒരു 150 രൂപ കൂടുതൽ മേടിച്ചോട്ടോ. ഞാൻ പോവാണേ. തവള
ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ. എന്നാ മോനെ ഇന്നലത്തെ 150, ഇന്നത്തെ 100, അങ്ങനെ 250. 10, 15. ബാക്കി നാളെ തരാം. ബാക്കി നാളെ തരാം. ബോർഡ് എഴുതി വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒന്ന് പെട്ടെന്നായിട്ട് ചേട്ടാ, ഇതൊന്ന് കിട്ടിയിട്ട് വേണം കൊണ്ടുപോയി പൊടിപ്പിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കണോ. ഇതിന് വല്ല പാമ്പോ പെഴുതാരോ മറ്റോ ആണോ? പച്ചരി, ഗോതമ്പ്, അപ്പത്തിന്, ഉണക്കമുളക്. ഗുഡ് മോർണിംഗ്. പാശിക്കാരിയാണ്. പുട്ടനാ പുട്ടന്. സിഗരറ്റ് വലിച്ചല്ലേ? ഞാനങ്ങ് വലിച്ചില്ല. പിന്നെ വലിയ ദേഷ്യത്തിലാണല്ലോ പോയത്. നാളെ എന്റെ മോന്റെ ഓർമ്മയ്ക്കായിട്ട് അവന്റെ കോളേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിന് ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ടാണ് സമ്മതിക്കില്ല. ചിലപ്പോ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതായിരിക്കും. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതായിരിക്കും. ആയിരിക്കും ആയിരിക്കും ആയിരിക്കും. കിളവൻ പറഞ്ഞ ടൈം കഴിഞ്ഞല്ലോ. അതെ, ഈ ഒരു ബമ്പർ എടുക്കട്ടെ. അയ്യോ, ബമ്പർ ആണെങ്കിൽ വേണ്ട. അതെന്താ ബമ്പർ തന്നെ പിടിച്ച് കാണിച്ച? ഓ എന്ത് തന്റെ ലോട്ടറി നടക്കാം. എനിക്കൊരു ക്വാർട്ടർ വാങ്ങി കൊണ്ടു തരൂ. അതെ, ഈ 8:30 ബസ് പോയോ? എപ്പോഴേ പോയി. ചായ കിട്ടിയില്ലല്ലോ. എന്തായിരുന്നു? നീ അല്ലടാ നാറ് കള്ള് കാർന്നു പറഞ്ഞ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞേ. ഇനിയിപ്പോ എന്തായാലും ഇതെല്ലാം തീരാണ്ട് ഞാൻ വരികയല്ലോ. കഴിഞ്ഞില്ലേ? ഒന്ന് പെട്ടെന്നാകട്ടെ, സമയമില്ല. ലിഫ്റ്റ് കൊടുത്തവളെ വീട്ടിൽ നീ കണ്ടോ? ആരുവാടാ അത്? പോയില്ലേ? ഞാനൊരു പറമ്പിൽ ചെന്നിട്ടുണ്ടല്ലോ, നല്ലൊരു ഒത്ത തെങ്ങ് നോക്കി വെക്കും. എന്നിട്ട് ചെത്താൻ കയറുമ്പോണ്ടല്ലോ അത് മണ്ടര് കുത്തി പോയിട്ടുണ്ടാവും. അപ്പൊ എനിക്കൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട്. സെയിം സിറ്റുവേഷനാ ഇപ്പൊ ഒരു അനുഭൂതി ഉണ്ടാവാനല്ലേ. നീ അവിടെ കയറിയ നീയൊന്നും ഇങ്ങോട്ട് കേറി വന്നേ. നമ്മളീ കോളേജിൽ പോണെന്തിനാ? നീ എന്നെ ഞാൻ എന്നാത്തിനായിരുന്നു? സഞ്ജയ് അറിയോ? പിന്നെ അറിയാതെ അല്ലേ? അകത്തേക്കില്ലേ, ഞാൻ എന്റെ കാർഡിന് ചെറിയ പണി. പോയി കളയരുത്, കാണണം. കാണും. അല്ലേ സഞ്ജയ് ആരാ? അറിയത്തില്ല. കാണാൻ പോലേ, വാടാ. അൺഫോർച്ചുനേറ്റ്ലി he is no more. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം മുതൽ ഈ കോളേജിൽ നിന്നും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരി മിസ് സഞ്ജന മാധവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് കളറായി വന്നേനെ. എന്തിന്? ഇത് കൊള്ളാലോ. കളറാൻ പറ്റിയ മഞ്ഞക്കിളി വീണെന്നാ തോന്നണേ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വളരെ അൺഎക്സ്പെക്റ്റഡായി കിട്ടിയ ഒരു അവസരമാണ് ഇതെനിക്ക്. ഈ കോളേജിലെ ഓരോ ചുവരുകൾക്കും ചേട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുമ്പോഴായിരിക്കും
ഏട്ടൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ഹലോ. ഫോട്ടോ എടുക്കാനാണ് ഇപ്പൊ പറ്റത്തില്ല, മഴയാണ് മഴ. വെയിലുള്ളപ്പോ ഈ മഴയും ഫോട്ടോ തമ്മിൽ എന്താ ബന്ധം? തനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിൽ ഇയാൾക്ക് പെന്നാ. എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടേ? സമാധാനം. ഈ പെൻഡ്രൈവിലുള്ള 4-5 ഫോട്ടോസ് പ്രിന്റ് എടുത്ത് തന്നോ? പറ്റില്ല. ഇല്ല പോ, പെൻഡ്രൈവ് മൊത്തം വൈറസ് ആയിരിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെന്റെ പേഴ്സണൽ പെൻഡ്രൈവ് വന്നേ, സേഫ് ആയിരിക്കും. ഇതൊക്കെ താനെടുത്ത ഫോട്ടോസ് ആണോ? താനെടുത്ത ഫോട്ടോസ് ആണോ? അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് കണ്ട മനസ്സിലായിക്കൂടെ? ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞു, കല്യാണമായിരിക്കും. അത്രയ്ക്കൊന്നുമില്ല, ചെറിയ പ്രോഗ്രാംസ് മാത്രം. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. എന്നും കല്യാണവും കാതുകുത്തലൊക്കെ മതിയെന്നേ, അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഒരുത്തരും ചിന്തിക്കില്ലെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ? അതിപ്പോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വെൽ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. സിനിമ, ഫാഷൻ, ട്രാവൽ, വൈൽഡ്, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ താനെന്തൊരു സ്റ്റുഡിയോ ഇട്ട് ഇവിടെ കൂടി പോയത്? അതിപ്പോ ക്യാമറ ലൈറ്റ്സ് ഒക്കെ. കറണ്ട് പോയി. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താനൊരു കാര്യം ചെയ്യും, ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് വെച്ചോ, ഞാൻ നാളെ ഒന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?